ആദികടലായിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും KPCC അംഗവുമായ റിജിൽ മാക്കുറ്റി നേടിയത്. കടലായിൽ വലിയ രീതിയിലുള്ള റിബൽ ശല്യം എന്നൊക്കെ പറഞ്ഞ് കാടിളക്കിയുള്ള പ്രചരണമൊക്കെ നടത്തി അതിനെയൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള വിജയം, 700-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള, അതായത് സംസ്ഥാനം അടക്കം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡിവിഷനായിരുന്നു ആദികടലായി. അത് LDFന്റെ സിറ്റിംഗ് ഡിവിഷനായിരുന്നു. അത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റിജിൽ മാക്കുറ്റിയെ മത്സര രംഗത്തിറക്കിയത്. റിജിൽ മാക്കുറ്റിയെ എന്താണ് പാർട്ടി ഏൽപ്പിച്ചത്? ആ ദൗത്യം വളരെ ഭംഗിയായി എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ഭൂരിപക്ഷത്തിൽ, ചരിത്ര ഭൂരിപക്ഷത്തിൽ ആദികടലായി സ്വന്തമാക്കിയിരിക്കുന്നു റിജിൽ മാക്കുറ്റി. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിജയമാണ് റിജിൽ മാക്കുറ്റി നേടിയത്. വലിയ പ്രചരണങ്ങൾ, റിജിൽ മാക്കുറ്റിയെ കുറിച്ചുള്ള പ്രചരണങ്ങൾ, ഈ അറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിട്ടും റിജിൽ മാക്കുറ്റിയെ അവിടെ ഒരു തരി പോലും ഇളക്കാൻ കഴിഞ്ഞില്ല. വൻ ഭൂരിപക്ഷത്തോടു കൂടി റിജിൽ മാക്കുറ്റി വിജയിച്ചിരിക്കുന്നു. റിജിൽ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാരണം അതിശക്തമായ ഒരു പ്രചരണത്തെയാണ് താങ്കൾക്ക് നേരിടേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിരുന്നു എന്ന് എനിക്കറിയാം. എന്താണ് ഈ വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? ആദികടലായി തൂക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ 1.5 തൂക്കൽ തൂക്കിയിട്ടുണ്ട്. ഇത് ആദികടലായിലെ മതനിരപേക്ഷ ജനത നൽകിയിട്ടുള്ള അംഗീകാരമാണ്. പ്രത്യേകിച്ച് ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഉണ്ടായി എനിക്കെതിരായ പ്രചാരവേലകളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. സംഘപരിവാർ കൊണ്ടുപിടിച്ച് പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി. CJP മുന്നണി ശക്തമായി, ഇടതുപക്ഷവും സംഘപരിവാറും RS ഒന്നിച്ചായിരുന്നു അവിടെ പ്രചാരവേല നടത്തിയത്. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ അകത്തു നിന്ന് വിമതനായി മത്സരിച്ച ആൾ, അതിലേക്ക് ഫണ്ട് ചെയ്തത് അബ്ദുള്ള കുട്ടിയും അതോടൊപ്പം തന്നെ C രഘുനാഥുമാണ്. അപ്പോൾ എന്നെ തോൽപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവരൊരുക്കിയിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് SDPI ഉൾപ്പെടെ എല്ലാ സംഘടനകളും മത്സരരംഗത്തുണ്ടായിരുന്നു. അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് 700 വോട്ടിന്റെ ലീഡ്. അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ റിജിൽ. തീർച്ചയായും ആ രൂപത്തിൽ ആദികടലായി എത്തിയപ്പോൾ തന്നെ തീർച്ചയായും പ്രചരണത്തിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോൾ ആ ഭൂരിപക്ഷം കൂടുമെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ആ രൂപത്തിലേക്ക് ആ ജനത എന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെ ഞാൻ പറഞ്ഞൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പം സംഘപരിവാറിൻ്റെ ഈ ആരോപണം, ആദികടലായി ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന ഒരു ഡിവിഷനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണൻ എൻ്റെ കൂടെയാണ്. ഞാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗുരുവായൂർ പോയി എന്നെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് ഈ സംഘപരിവാറാണ്. എന്തിനാണ് പിന്നെ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പോകാൻ എന്ത് യോഗ്യത എന്ന്? ആ കൃഷ്ണൻ എൻ്റെ കൂടെയാണ്. അപ്പോൾ സംഘപരിവാറിന് ഇതിനപ്പുറം ഒരു മറുപടിയില്ല, രാജ്യത്തെ സംഘപരിവാറിന്. ഈ തോൽവി, ഈ LDFന്റെ ആ തോൽവി, അത് BJPക്ക് സംഘപരിവാറിന് സമർപ്പിക്കുകയാണോ? തീർച്ചയായും സംഘപരിവാർ LDF രാഷ്ട്രീയപരമായി എതിർക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും എന്നെ തേജോവധം ചെയ്യുന്നതും എൻ്റെ വിശ്വാസം തകർക്കുന്നതും സംഘപരിവാർ RSS ആണ്. അപ്പോൾ അവരോട് RSS കൂടിയാണ് പരാജയപ്പെട്ടത്. തീർച്ചയായും RSSന്റെ പരാജയമാണ്. അതിനകത്ത് അവർ ഒന്നിച്ചായിരുന്നു. ഫണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനകത്ത് നിന്ന് ഒരാളെ കടമെടുത്ത് പണം കൊടുത്ത് അതിനുശേഷം എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളും നടത്തി അവരെ ഫണ്ട് ചെയ്ത് അവർ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി, എന്നെ വ്യക്തിഹത്യ നടത്തി. ആ രൂപത്തിൽ എല്ലാവരും ആക്ഷേപിച്ചു. പക്ഷേ അങ്ങനെയൊന്നും അവിടെ വോട്ടിളക്കാൻ അവിടുത്തെ വിമതനും സാധിച്ചിട്ടില്ല, അവിടുത്തെ BJPക്കും CPMനും ആർക്കും സാധിച്ചിട്ടില്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണോ ഈ ഫലം? അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഇനി പാർട്ടി ഏത് ദൗത്യം പറഞ്ഞാലും അത്. മൊത്തത്തിൽ കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. വലിയ ഭൂരിപക്ഷത്തിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. കണ്ണൂർ നിയമസഭാ മണ്ഡലം അടുത്ത തവണ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന തലത്തിലേക്കുള്ള ഒരു വോട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമ്മുടെ മൊത്തത്തിലുള്ള ഫലം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുമോ? കണ്ണൂരും മാത്രമല്ല, കണ്ണൂരും അഴീക്കോടും തളിപ്പറമ്പ് ഉൾപ്പെടെ നമ്മൾ തൂക്കും. ആ രൂപത്തിൽ ജനമുന്നേറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ മുന്നേറ്റം കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ CPMന്റെ കോട്ടകൾ ഓരോന്ന് ഇളകിയിട്ടാണ്. നിസ്സാര വോട്ടിനാണ് ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അതിശക്തമായി UDFന്റെ തേരോട്ടമാണ് CPMന്റെ കോട്ടകളിൽ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ അസംബ്ലി മണ്ഡലം അടുത്ത തവണ ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, അതും ഞങ്ങൾ തൂക്കും. ഫർഹാൻ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, നിഴൽ പോലെ പറയാനുണ്ട്. ഫർഹാൻ മുണ്ടേരി എൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഒരു സീറ്റ് ബ്ലോക്ക് പഞ്ചായത്ത്, അതിൻ്റെ നഷ്ടമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റ് കൊടുത്തതായിരുന്നു ഇവിടെ കൊളച്ചേരി ഡിവിഷൻ. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എൻ്റെ കൂടെ പ്രവർത്തനത്തിൽ വന്നത്. എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ചുക്കാൻ പിടിച്ച എൻ്റെ പ്രിയപ്പെട്ടവനാണ്. ഇവനൊരിക്കലും മറക്കാൻ പറ്റില്ല ഫർഹാൻ മുണ്ടേരി. ഫർഹാൻ, നമ്മൾ എവിടെ എപ്പോൾ പോയപ്പോഴും ഈ ആദികടലായിൽ നമ്മൾ റിജിൽ മാക്കുറ്റിയുടെ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്തൊക്കെ നമ്മൾ അവിടെ പോയപ്പോൾ എപ്പോൾ ഏത് സമയത്തും ഫർഹാനും ഒപ്പമുണ്ടായിരുന്നു. ഫർഹാന് കൂടി അവകാശപ്പെട്ടതാണ് ഈ വിജയം എന്ന് നമുക്ക് റിജിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രയാസം, ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. ആദ്യഘട്ടത്തിൽ പോകുന്ന സമയത്ത് തന്നെ ജനങ്ങൾ റിജിൽ മാക്കുറ്റി ഏറ്റെടുത്ത
ഒരു ഡിവിഷനായിരുന്നു ആദ്യ കടലായി. പിന്നെ പ്രിയങ്കരനായ നേതാവ് കെ സുധാകരൻ അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട റിജിൽ മാക്കുറ്റിക്ക് അവിടെ വർക്ക് ചെയ്തത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ റിജിൽ മാക്കുറ്റിയുടെ നിലപാടാണ്. ആ നിലപാടിൻ്റെ വിജയം കൂടിയാണ് ആദ്യ കടലായിൽ UDFന്റെ വിജയം. എന്താണ് അത് തന്നെയല്ലേ ആദ്യ കടലായി? തീർച്ചയായും റിജിൽ മാക്കുറ്റി എടുത്തൊരു നിലപാടുണ്ട്. ഇവിടുത്തെ സംഘപരിവാർ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ആ വിജയമാണ് അവിടുത്തെ ജനങ്ങൾ റിജിലിന് നൽകിയിട്ടുള്ളത്. ഈ ഭൂരിപക്ഷം കാണിക്കുന്നത് അതാണ്. എന്തായാലും കുക്കിരി മത്സരരംഗത്തില്ലെങ്കിൽ കൂടി ഇത്തവണ വലിയ വിജയം UDF നേടി. ഹാപ്പി അല്ലേ? UDFനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരായാലും അഴീക്കോടായാലും ഒരു ചരിത്ര വിജയം തന്നെ സമ്മാനിച്ച് മുൻപോട്ട് പോവുകയാണ്. സാധാരണ ജനങ്ങൾ എല്ലാവരും UDFലേക്ക് ശക്തപരമായി തിരിച്ചുവരവ് സാധ്യമായി മുൻപോട്ട് പോവുകയാണ്. എന്തായാലും വലിയ സന്തോഷം, വലിയ ആഹ്ലാദം DCCയിൽ നേതാക്കൾ ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നു. അതിൽ ഏറ്റവും മികച്ച ഒരു വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് റിജിൽ മാക്കുറ്റിയുടെ വിജയം തന്നെയായിരുന്നു. ആ ഭൂരിപക്ഷമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിജയമായി റിജിൽ മാക്കുറ്റിയുടെ വിജയം മാറുന്നു. ഇനി കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു യഥാർത്ഥത്തിൽ ഈ വിജയത്തിൻ്റെ പിറകിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ കേരളത്തിലെ UDF നേതൃത്വം ശ്രീ കെ സുധാകരൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും, അതോടൊപ്പം തന്നെ പാണക്കാട് മുനവറിൽ തങ്ങൾ, അദ്ദേഹം വീട് കയറാൻ വന്നു എന്നുള്ളതാണ്. പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഷാഫി പറമ്പിൽ, അങ്ങനെ എല്ലാ നേതൃത്വം, അവിടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം ഒന്നടങ്കം, മേയർ ഉൾപ്പെടെ, ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ചെലരി സാഹിബ് ഉൾപ്പെടെ അവരെല്ലാവരും അവരുടെ പ്രസ്റ്റേജ് ഇഷ്യൂയായി എടുത്തപ്പോൾ യഥാർത്ഥ ലീഗ് ആരാണെന്ന് അവിടുത്തെ ലീഗ് നേതൃത്വവും കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒറ്റക്കെട്ടായ പ്രവർത്തനം അത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ പിറകിലുള്ള. എന്തായാലും നമുക്കിനി കോർപ്പറേഷനിൽ വെച്ച് കാണാം റിജിൽ. എന്തായാലും വലിയ ഒരു വിജയമാണ് UDFന്റെ ഭാഗത്ത് നിന്നും റിജിൽ മാക്കുറ്റി നേടിയെടുത്തത് കണ്ണൂർ കോർപ്പറേഷനിൽ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.